Hello friends, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ന്യൂട്രലയും വെച്ച് ഒരു അടിപൊളി സ്നാക്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ന്യൂട്രല എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത കുറച്ച് കാഷ്യൂനട്ട് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നിങ്ങൾ ക്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ മിക്സിയിൽ ഒന്നിട്ട് അടിക്കാൻ പാടില്ല, ഒത്തിരിയായിട്ട് പൊടിഞ്ഞു പോകും. നമുക്ക് ഈ ഒരു സൈസിലാണ് വേണ്ടത്. അടുത്തതായി നമ്മളിവിടെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടിച്ച കറുകപ്പട്ട നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തതിന് ശേഷം ബ്രെഡിന് 4 മൂലം നമുക്ക് ഇതുകൂടി കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ ബ്രെഡിന്റെ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ന്യൂട്രല നമുക്കിപ്പോൾ ഇതിന്റെ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ന്യൂട്രല പേസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് അത് കുറച്ച് നമുക്കിപ്പോൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് പതിയെ ഒന്ന് റോളാക്കി എടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളെല്ലാം നമുക്ക് ഇതുകൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോളുകളെല്ലാം നമ്മൾ ഇതുകൂട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. 2 സൈഡിൽ ഇതുകൂട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ബട്ടർ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ബട്ടർ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് റോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് എല്ലാം നമുക്ക് തിരിച്ചിടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഒത്തിരി കൂട്ടി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മതി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം അടുത്ത 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ റോളുകളെല്ലാം നമ്മളിപ്പം പാനിൽ നിന്ന് എടുക്കുകയാണ്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് റോള് ഇത് നമുക്ക് ഈ ഷുഗറും നമ്മുടെ കറുകപ്പട്ടയും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സറിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി നമ്മുടെ ഈ റോളിന്റെ 2 സൈഡിലും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് റോളുകളും എല്ലാം നമുക്ക് ഇതുകൂടെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ന്യൂട്രലയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.